തടയാൻ ശ്രമിച്ച എസ്.എഫ്.ഐ കെ.എസ്.യു പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒപ്പം നിൽക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് KSU പ്രവർത്തകർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കണ്ണൂരിലെ KSU പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പൂട്ടാൻ വേണ്ടി ആ പിള്ളേർ വന്നിട്ടുണ്ട്. ആ 16 ദിവസം ജയിലിൽ കിടന്ന് അവർ വന്നിട്ടുണ്ട് അങ്ങ് കണ്ണൂരിൽ നിന്ന്. ഇത് ഈ വട്ട ഇലക്ഷൻ കൊഴുക്കും. വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ. കോളേജിലെ പ്രചാരണത്തിനിടെ അബിൻ വർക്കിയെ തടയാൻ ശ്രമിച്ച എസ്.എഫ്.ഐ കെ.എസ്.യു പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അബിൻ വർക്കിയെ തടഞ്ഞില്ല എന്നുള്ളതാണ് എസ്.എഫ്.ഐ പറയുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇതിപ്പോ SFIക്കാർ ഇപ്പം ഇന്നലെ ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് വെച്ച്. ഇതിപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ ഒരു കേടായിരിക്കും. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ കോളേജിലെ പിള്ളേരാണെങ്കിൽ പോലും ചിലപ്പോൾ അദ്ദേഹത്തിനായിരിക്കും വോട്ട് കൊടുക്കാൻ പോകുന്നത്. 10 വോട്ട് കൂടുതൽ ഈ പറയുന്ന കോൺഗ്രസിന് കിട്ടും. കമ്മ്യൂണിസ്റ്റിന്റെ 10 വോട്ടായിരിക്കും പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അക്രമ രാഷ്ട്രീയമായിട്ടേ ആൾക്കാർ കൂട്ടത്തുള്ളൂ. ഈ ഒരു സമയത്ത് കൂടുതലും സൈലൻസ് ആയിരിക്കും വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. തടഞ്ഞത്. ഒപ്പം ഈ എസ്.എഫ്.ഐക്കാർ പറയുന്നത് അവര് അബിൻ വർക്കിയെ തടഞ്ഞിട്ടില്ല, മറിച്ച് ഒപ്പമുണ്ടായിരുന്ന KSU പ്രവർത്തകരെയാണ് തടഞ്ഞത് എന്നുള്ളതാണ്. എന്താണ് സാഹചര്യം? അബിൻ വർക്കി ഇന്ന് പത്തനംതിട്ട കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ വോട്ട് തേടിയെത്തിയിരുന്നു. അബിൻ വർക്കിക്കൊപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കുകയും തുടർന്ന് കേസിൽപ്പെട്ട് ജയിലിലായ അവരടക്കമുള്ള KSU പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇവർ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലേക്ക് എത്തിയപ്പോൾ SFI പ്രവർത്തകരും സംഘടിതരായി മുദ്രാവാക്യം വിളിച്ചവരെ തടയുകയായിരുന്നു. ഇത്തരത്തിൽ എല്ലാവർക്കും കൂടി കോളേജിൽ കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘം. ആ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ കണ്ണൂരിൽ നിന്ന്. വീണ ജോർജ് കാരണം 16 ദിവസം ജയിലിൽ കിടന്ന ആ പിള്ളേരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതും ഒരു തെറ്റ് പോലും ചെയ്യാത്ത ആ പിള്ളേർ ഇപ്പം കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി അബിൻ വർക്കിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ അവരുടെ വീഡിയോ വെച്ച് തരാം. അതുപോലെ തന്നെ അവർ പെട്രോൾ പമ്പിലും ഓരോ സ്ഥലത്തുമൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ഞങ്ങളാണ് അന്നത്തെ 16 ദിവസം ജയിലിൽ കിടന്ന് ഞങ്ങൾ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലായിരുന്നു അവരതും പറയുന്നുണ്ട്. കാരണം അന്നത്തെ ആ ഒരു കേസ് കേട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവന്മാർ ആ 7 അയലത്ത് പോലും പോയിട്ടില്ല. എന്നിട്ട് അവരെ പെടലി പിടിച്ച് തിരിച്ച് അടിയെടുത്തടിച്ച് എന്തൊക്കെ കഥകളാ പറിച്ചു വിട്ടത്. പിന്നെ അവരുടെ കൈയുടെ മുറിവ് അതെല്ലാം ഇവന്മാരുണ്ടാക്കിയാന്ന് പറഞ്ഞു. അതിന്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ തെളിവ് സഹിതം വന്ന അവസാനം റിപ്പോർട്ട് വരെ വന്നപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരായുധം ഓടാ പിള്ളേർ കൊണ്ടുപോയിട്ടില്ല. അവര് രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ വീഡിയോ വെച്ച് തരാം. കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കാണാം. അങ്ങനെ KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി, ഒന്നും തള്ളുമുണ്ടായി. കോളേജിൽ പ്രചാരണം അനുവദിക്കില്ലെന്ന മട്ടിലായിരുന്നു SFI നിലകൊണ്ടത്. മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല തുടങ്ങിയ നിലപാടുകളുമായാണ് അവർ നിന്നത് എന്നുള്ളതാണ് KSU ആരോപിക്കുന്നത്. അങ്ങനെ എന്തായാലും ഏറെ നേരം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതിനുശേഷം അബിൻ വർക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എത്തി വോട്ട് ചോദിച്ച ശേഷമാണ് മടങ്ങിയത്. പ്രധാനമായും വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയവർ അബിൻ വർക്കിക്കൊപ്പം പ്രചാരണത്തിന് എത്തിയതാണ് പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിൽ എല്ലാവരും കൂടി മുദ്രാവാക്യം വിളിച്ച് കോളേജിലേക്ക് കിടക്കുന്നതും അതിനെ പ്രതിരോധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് SFI വാദം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കണ്ണൂരിൽ നിന്നെത്തിയ KSU പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകർ പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. അബിൻ വർക്കിക്കൊപ്പം ഒരുമിച്ച് പ്രചാരണത്തിലെത്തിയത് കോഴഞ്ചേരി കോളേജിലായിരുന്നു. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ തടയുന്ന. നിങ്ങൾ തന്നെ പറ, ഇത് കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന വീണയ്ക്ക് വോട്ട് കൊടുക്കുവോ? അതിപ്പോ വീണയുടെ മണ്ഡലമായാലും ശരി, ഏതായാലും ശരി, കൊടുക്കുവോ ഇല്ലയോ? ഓക്കെ, ഇവിടെ കോൺഗ്രസ് ജയിക്കുവോ, കമ്മ്യൂണിസ്റ്റ് ജയിക്കുവോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പരമാവധി ഷെയർ ചെയ്തേക്കുക ഈ ഒരു വീഡിയോ. പിന്നെ കണ്ണൂരിൽ നിന്ന് വന്ന കുട്ടികളെയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അവന്മാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. അടിപൊളി. കാരണം എന്ന് വെച്ചാലേ അവന്മാർ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുക വീണയ്ക്കെതിരെ. കാരണം അന്ന് അവർ ഒരു തെറ്റ് പോലും ചെയ്യാതെ, അറിയാലോ കരിങ്കൊടിയും കാര്യങ്ങളൊക്കെ കാണിക്കും. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമാകുമ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇറങ്ങും. ഞാൻ വെച്ചുതരാം വീഡിയോ. ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒപ്പം നിൽക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് KSU പ്രവർത്തകർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കണ്ണൂരിലെ KSU പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ വെച്ച് കരിങ്കൊടി കാണിച്ച് ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വധശ്രമ കേസിൽ ജയിലിൽ പോവുകയും പിന്നീട് ജാമ്യത്തിലൊക്കെ ചെയ്ത അതിലടക്കമുള്ള KSU പ്രവർത്തകരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി ആറന്മുളയിലേക്ക് വന്നത്? നമ്മുടെ കേരളത്തിനകത്ത് ഉടനീളം വലിയൊരു ഭരണവിരുദ്ധ തരംഗമാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ ആറന്മുളയിലേക്ക് കടന്നു വന്ന് കുറച്ച് വീടുകളും കടകളിലും ഒക്കെ തന്നെ കയറി. നമുക്ക് കൃത്യമായി വളരെ പ്രകടമായി മനസ്സിലാകുന്നതെന്ന് പറയുന്നത് ഈ ഭരണം മാറാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആറന്മുളയിലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്തൊരാളാണ് അബിൻ വർക്കി, നമ്മുടെ UDF-ന്റെ സ്ഥാനാർത്ഥി. എന്തായാലും അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത കൂടിയാണ്. അത് മാത്രമാണോ അബിൻ വർക്കിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി മാത്രം ആറന്മുളയിലേക്ക് വന്നു എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മള് 5 പേര്, അതായത് ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കടി കാണിച്ചു എന്നതിന്റെ പേരിൽ 16 ദിവസം ജയിലിൽ കിടന്ന ആളുകൾ. മുബാസ് ഉണ്ട്, അക്ഷയ് ഉണ്ട്, യാസീൻ ഉണ്ട്, അതുപോലെ തന്നെ 16 ദിവസം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പിന്നെ തെളിവെടുപ്പിനാണെന്നും പറഞ്ഞിട്ട് ആയുധങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ട് കൊല്ല ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അവിടെ കേട്ടിട്ട് ഇടിപ്പിച്ചോ എന്നും അറിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ഗുരുതരമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ അത് ചർച്ചയാവുകയും ചെയ്ത് അതിന് ഒരു 2 ദിവസം മുമ്പാണ് വയറ്റിനകത്ത് ഒരു കത്രിക, ഒരു സ്ത്രീക്ക് അവിടെ വയറ്റി വണ്ടന ഹോസ്പിറ്റലിൽ ഒരു കത്രിക കിടപ്പുണ്ടായിരുന്നു. അത് ഭയങ്കര ചർച്ചയായി വന്നപ്പോഴാണ് ഈ ഒരു സംഭവം വന്നത്. അപ്പോഴത്തേക്ക് ഇതിട്ടങ്ങ് തിരിച്ചും മറിച്ചു വിട്ടങ്ങ് അടിക്കാൻ തുടങ്ങി ന്യൂസുകാർ. ഇവരല്ലേ ആൾക്കാർ. പക്ഷെ ട്രോളർമാർ വെറുതെ വിടുവോ? നല്ല രീതി കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട്. അത് മാത്രമല്ല, 4 മണിയായപ്പം ഡിസ്ചാർജ് ആയി. ഗുരുതര പരുക്കായിട്ടുള്ളൊരു വ്യക്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വെളുപ്പിനെ 4 മണിക്ക് ഡിസ്ചാർജ് ആവും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ തന്നെ ഒരു പച്ചക്കള്ളമില്ലേ? കഷ്ടം. ഇത്തരം ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ദിവസം ജയിലിൽ കിടന്ന എന്തിനു വേണ്ടിയാന്നുള്ളൊരു ചോദ്യമുണ്ട്. കേവലം കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിനകത്ത് സ്വാഭാവികമായ ഒരു പ്രതിഷേധ പരിപാടിയാണ്. പക്ഷെ അതിന് വധശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിന്റെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ജയിലിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫാസിസമാണ്. അപ്പൊ അത് ഇപ്പോ മന്ത്രി ഇപ്പോഴും പറയുന്നത് കോടതിയിലെ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ വന്നത് LDF ക്യാമ്പിന് അനുകൂലമാകും. മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് അത് നിങ്ങളാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് വീണ ജോർജ് പറയുന്നത്. അല്ല, ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായ കാര്യമല്ലേ. നമ്മൾ എവിടെ കരിങ്കൊടി കാണിച്ചു, നമ്മൾ എവിടെ ആയുധം ഉപയോഗിച്ചു, നമ്മൾ തെളിവെടുപ്പിന് കൊണ്ടുപോയി. എന്തിന് തെളിവെടുപ്പ് കൊണ്ടുപോയി? ആയുധങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അവർ ആയുധങ്ങളും കിട്ടിയിട്ടില്ല. അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ടൗൺ SI ഉൾപ്പെടെ ആളുകൾ നമ്മുടെ ജാമ്യത്തിന്റെ കിട്ടിയ ആ വിധിപ്പകർപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും. അവർ പറയുന്നു വലിയ മാരകമായ പരിക്കുകൾ പറ്റിയെന്ന് പറയും. പരിക്കുകൾ പറ്റിയെന്ന് പറയും. മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു പരിക്കുകളും ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ. ഇതൊന്നും ന്യൂസിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് ഒറ്റ കാര്യങ്ങൾ ന്യൂസിൽ വന്നിട്ടില്ല. കാരണം ഇവർ ആ തെറ്റ് ചെയ്തത് മാത്രമേ ഒരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഒരു നിരപരാധി ആണെന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? കാരണം അവർക്ക് റീച്ച് മാത്രമല്ല അവർ നോക്കത്തുള്ളൂ. ഇതൊക്കെ എവിടെയെങ്കിലും കിടക്കട്ടെ, ഇവറ്റ കിടക്കുന്ന ഇവന്മാർക്കൊക്കെ ചീത്തപ്പേര് കിട്ടിയാൽ എന്താണ് പ്രശ്നമെന്നും പറഞ്ഞ് ആ ഒരു മൈൻഡിലാണ് ന്യൂസുകാരെടുത്തത്. അറിയാലോ, റിപ്പോർട്ടർ ചാനലിലൊക്കെ കിട്ടിയ പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. റിപ്പോർട്ടുകൾ പറയുന്നു അത്. അപ്പോ എന്തായാലും ഇവിടെ വന്നിട്ട് ആറന്മുളയുടെ പൾസ് മനസ്സിലാക്കിയോ? എങ്ങനെയാ നിങ്ങൾ അബിൻ വർക്കിക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ വീണ ജോർജിനെ കുറിച്ചുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആളുകൾക്ക്? വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അബിൻ വർക്കി എന്താണ്, വീണ ജോർജ് എന്താണ് എന്നുള്ളത് ആറന്മുള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഈ വന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം. ജോർജിന്റെ നാടാണ് ആറന്മുള. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ അബിൻ വർക്കിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അബിൻ വർക്കി വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നിയോജകമണ്ഡലത്തിൽ MLA വിജയിച്ച് കയറുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കടയിലും വീട്ടിലും കയറിയിട്ട് കടയിലും വീട്ടിലും ഞങ്ങൾ രാവിലെ മുതൽ കയറുന്ന സമയത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ഒരു കേസിൽപ്പെട്ടവരാണെന്ന് പറയുന്ന സമയത്ത് വീണ ജോർജ് നേരത്തെ പറഞ്ഞ മാതിരി ജനങ്ങൾ ആട്ടി ഓടിക്കുകയല്ല, സ്നേഹത്തോടെ വന്ന് കൈതരിയും കെട്ടിപ്പിടിക്കുകയും. ആ പെട്രോൾ പമ്പിൽ കയറിയ സമയത്ത് അവിടെയുള്ള ഒരു ചേച്ചി കരണ്ടോണ്ടാ പറഞ്ഞത്, എന്റെ മക്കളെ പോലെയാണ് നിങ്ങൾ കടന്നത് 16 ദിവസം. കാരണം ഞങ്ങൾ കടന്നത് നോമ്പിന്റെ സമയത്തേക്ക്, അതായത് ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ 16 ദിവസങ്ങളാണ് ഞാൻ യാസി അടക്കം നോമ്പ് ദിനത്തിനാണ് ജയിലിൽ കിടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ അവരുടെ അവസ്ഥ, അതും ഒരു തെറ്റ് ചെയ്യാതെ. ഇപ്പം ഇവിടുത്തെ SFI കാണിക്കുന്നത് ഏറ്റവും വിവരക്കേടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഒന്നാമത് നിങ്ങളുടെ പാർട്ടി 10 വർഷം കൊണ്ട് ഭരിച്ചതിൻ്റെ ക്ഷീണം ഇവിടെ ആൾക്കാർക്ക് മാറിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ അവരൊരു ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ ചിലപ്പോൾ വെറുത്ത് കഴിഞ്ഞാൽ അത് പണിപാലും വളർത്തി കിട്ടും. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. ഇനി നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും കണ്ടറിയാം. ഇവിടെ എല്ലാവരും ജനങ്ങൾ പറയുന്നൊരു കാര്യം വീണ തോക്കണം എന്നുള്ള രീതിയിലാണ്. വീണയുടെ രീതിയും സംസാരം അതുപോലെയാണ് ജനങ്ങൾ വെറുത്ത് തുടങ്ങി. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.